ഖുർആൻ മനസ്സിലാക്കിയത് അറബി ഭാഷയിലായിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? അത് വളരെ ഒരു ചെറിയൊരു സംഭവം, ഒരു ചരിത്രമാണ്. ഞാൻ ആ ഭാഗം പരാമർശിക്കുന്നില്ല. ഏതായിരുന്നാലും ഫൈസൽ രാജാവുമായിട്ടുള്ള ചെറിയ ഒരു തർക്കത്തിലും അതുപോലെ അദ്ദേഹത്തിന് ചികിത്സിച്ചിരുന്ന ഡോക്ടറായിരുന്നു എന്നാണ് മോറിസ് ബുഖേനെ സംബന്ധിച്ച് പറയുന്നത്. അദ്ദേഹം MS ആണ്, പ്രഗത്ഭനായ, ലണ്ടനിലെ പ്രഗത്ഭനായ ഒരു ഹോസ്പിറ്റൽ ഡോക്ടറായിരുന്നു, സർജനായിരുന്നു. എന്തായിരുന്നാലും അദ്ദേഹം ഫൈസൽ രാജാവുമായിട്ടുള്ള ചില തർക്കങ്ങളിൽ, ചില സംഭാഷണങ്ങൾ വന്ന തർക്കം വിശുദ്ധ ഖുർആൻ കടന്നു വരികയും ആ ഖുർആൻ മുഹമ്മദ് നബിയുടെ പ്രവാചകന്റെ വചനമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തപ്പോൾ അതിനെതിരിൽ അല്ല, നിങ്ങൾ ഖുർആൻ പഠിക്കണം, അത് ദൈവവചനമാണ്, നിങ്ങളത് പഠിക്കുമ്പോൾ ബോധ്യമാവുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിക്കാൻ തയ്യാറാവുകയാണ്. ചരിത്രം പറയുന്നത് അദ്ദേഹം അറബി ഭാഷയിൽ പഠിക്കുന്നതിന് മുമ്പ് ഖുർആന്റെ ട്രാൻസ്ലേഷൻ പരിശോധിച്ചു. അദ്ദേഹം തന്നെ എഴുതി വെക്കുന്നത്, എനിക്കതിനെ സംബന്ധിച്ച ഒരു സമ്മറി, ഒരു ഭാഗികമായ ഒരു മൊത്തത്തിൽ അറിവ് എനിക്ക് ലഭിച്ചുള്ളൂ. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ എക്സാമിന്റെ ടെക്സ്റ്റ് ഇൻ അറബിക് വെരി ക്ലോസ്ലി, വളരെ അടുത്ത് വന്ന് ഖുർആനിന്റെ അറബിക് ടെക്സ്റ്റ് ഞാൻ പരിശോധിച്ചു. ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ സൂക്ഷിച്ചു വെച്ച് ഖുർആനെ സംബന്ധിച്ച് എന്റെ പഠനത്തിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ അദ്ദേഹം വളരെ സുന്ദരമായ വരികളിൽ എഴുതി വെക്കുന്നത്, The Quran doesn't contain a single statement that is available from the modern scientific point of view എന്ന ആധുനിക ശാസ്ത്ര വീക്ഷണത്തിനോടെതിരാകുന്ന ഒരൊറ്റ പ്രസ്താവന പോലും, a single statement that is doesn't contain a single statement, ഒരൊറ്റ പ്രസ്താവന പോലും വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നില്ല. എങ്ങനെയുള്ള പ്രസ്താവന? ആധുനിക ശാസ്ത്ര വീക്ഷണം, സയന്റിഫിക് വ്യൂ, മോഡേൺ സയന്റിഫിക് വ്യൂ, ആധുനിക ശാസ്ത്ര വീക്ഷണത്തിനോട് എതിരാകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പോലും ഞാൻ ഖുർആനിൽ കാണുന്നില്ല. ഖുർആൻ ശാസ്ത്രീയമാണ്, ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്, അത് സർവശക്തനായ അല്ലാഹുവിന്റെ വചനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, മുഹമ്മദ് നബിക്ക് 6-ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം, ഇത്തരത്തിലുള്ള ഒരു എല്ലാ ലോകത്തോട് എല്ലാ സത്യങ്ങളും ഈ ഭൗതിക ലോകത്ത് മനുഷ്യന് ആധുനിക ഈ പുരോഗതിയിലും യാന്ത്രിക പുരോഗതിയിലും നേട്ടങ്ങളിലും കണ്ടെടുത്തിട്ടുള്ള സത്യങ്ങളെ മുഴുവൻ വിളിച്ചറിയിക്കുന്ന ഒരു വചനം പറയാനോ കൊണ്ടുവരാനോ ഒരു മനുഷ്യർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെസഞ്ചർ ഓഫ് അല്ലാഹ്, ദൈവപ്രവാചകനാണ് എന്ന് അദ്ദേഹം പോലും സാക്ഷ്യപ്പെടുത്തിയത് ചരിത്രത്തിന്റെ വസ്തുതകളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വഴിയിലേക്ക്, എന്റെ സബ്ജക്റ്റിലേക്ക് വീണ്ടും വരികയാണ്. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയാണെന്ന് പറഞ്ഞത് അറബി ഭാഷയുടെ പ്രാധാന്യം അറിയിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പരിപൂർണമായി ഖുർആനിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന്റെ അർത്ഥങ്ങൾ, ലോകത്ത് അറബി ഭാഷയിലൂടെ ഖുർആനിന്റെ അവതരണം, ഖുർആൻ അതിന്റെ പഠനവും വരുമ്പോ ഒരുപാട് വെളിച്ചങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് തരികയാണ്. നമുക്കറിയാം ഖുർആനിൽ ആവർത്തനമില്ല. അറബി ഭാഷയിൽ ധാരാളം, നമുക്കൊക്കെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയവരാ, അറബി ഭാഷയിൽ ധാരാളം മുത്തറാദിഫ് എന്ന് പറയും, പരസ്പരം പര്യായ പദങ്ങൾ. പക്ഷേ ധാരാളം പര്യായ പദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റ് വ്യക്തമായി നിരൂപകന്മാർ എഴുതി വെക്കുന്നത് അറബി ഭാഷയിൽ ഒരു പര്യായ പദം ഇല്ല എന്ന, ഒരു വാക്കും മറ്റൊരു വാക്കും തമ്മിൽ അർത്ഥത്തിൽ മറ്റ് ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, പരിഭാഷപ്പെടുത്തുമ്പോൾ ഒരർത്ഥമായി വന്നാലും ഭാഷാപ്രയോഗത്തിൽ അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. അത് വ്യക്തമായ ഒരു കലിമത്തുൽ ഖുർആൻ, കുല്ലു കലിമത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ മുഴുവൻ വചനങ്ങളും മുൻഫരിദ ബിദാത്തിഹാ ലാ തസ്തതിഉ അൻ തുഗയ്യിറ ഔ തബ്ദീല ഇബാറ, വളരെ വ്യക്തമായിട്ട് പഠനത്തിന് വിധേയമാക്കി പഠിച്ച് റിപ്പോർട്ട് ചെയ്ത വ്യക്തമായ ചിന്തകന്മാർ എഴുതി വച്ച വചനം ഇങ്ങനെയാണ്. ഖുർആനിലെ ഓരോ കലിമത്തും സ്വയം അതിന് നിലനിൽപ്പുണ്ട്. ഒരിക്കലും ആ ഒരു കലിമത്തിനെ, ഒരു വാചകത്തിനെ നിനക്കത് മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് അതിന്റെ അർത്ഥം വ്യത്യാസപ്പെടുത്തുമ്പോ തീർച്ചയായും ഒരു കലിമത്ത് എന്ന് പറയുന്നത് ഒരു കാന്തം പോലെയാണ്. ആ ഒരു കാന്തം ഭൂമിയിലിട്ട് ആ കാന്തം ഒന്ന് വലിച്ചാൽ അല്ലെങ്കിൽ ഭൂമിയിലെ ഒന്ന് സ്പർശിക്കുമ്പോ അതിനകത്ത് ഒരുപാട് ഇരുമ്പിന്റെ അംശങ്ങൾ, ഇരുമ്പിന്റെ ചെറിയ ചെറിയ കണങ്ങൾ പറ്റിപ്പിടിക്കുന്നത് പോലെ ഒരൊറ്റ കലിമത്തിനകത്ത്
ആയിരക്കണക്കിന് അർത്ഥങ്ങളാകുന്ന കണങ്ങൾ, വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുടെ വലിയ വലിയ ഭാഗങ്ങൾ അതിൽ പറ്റിപ്പിടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ കലിമത്തിനും അതിൻ്റെതായ നിലനിൽപ്പും അതിൻ്റെതായ സ്ഥാനവുമുണ്ട് എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ അത് പറയുന്നു, വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല ലാ മുബദ്ദില ലികലിമാതി വലാ മുബദ്ദില ലികലിമാത്തില്ല. സൂറത്ത് അൻആമിൽ അല്ലാഹു പറയുന്ന വചനം നമുക്കറിയാം. വലാ മുബദ്ദില ലികലിമാത്തില്ല, അല്ലാഹുവിന്റെ കലിമത്തിന് പകരമില്ല. വതമ്മത്ത് കലിമത്തു റബ്ബിക്, നബിയെ താങ്കളുടെ രക്ഷിതാവിന്റെ വചനം, നാഥന്റെ വചനം പരിപൂർണമായിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്നു. കംപ്ലീഷൻ ആൻഡ് പെർഫെക്ഷൻ, പരിപൂർണമായിരിക്കുന്നു. നേരത്തെ നാം ചർച്ച ചെയ്ത ആ 3 കലിമത്തുകൾ, സിദ്ഖൻ വഅദല, നീതിയാലും സത്യത്താലും, ലാ മുബദ്ദില ലികലിമാതി, ആ വചനങ്ങൾക്ക് മാറ്റമില്ല, പകരമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങൾക്ക് പകരം വെക്കാനില്ല എന്ന് ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. മാത്രമല്ല, എന്താണ് വിശുദ്ധ ഖുർആൻ അവിടെ കംപ്ലീഷൻ, കമാലിയത്ത്, തമാമ്, കമാല്, തമാമ്, റിദ, നേരത്തെ ഞാൻ പറഞ്ഞ അൽയൗമഅക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന വിശുദ്ധ വചനം, ആ സൂക്തത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് കമാല്, തമാമ്. എന്ത് കമാൽ, എന്താണ് കമാൽ, അക്മല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? പരിഭാഷകർ അതിനെ പൂർത്തിയാക്കി അല്ലെങ്കിൽ പരിപൂർണമാക്കി എന്ന് വെച്ചേക്കാം, അല്ലെങ്കിൽ കംപ്ലീഷൻ ആൻഡ് പെർഫെക്ഷൻ എന്നൊക്കെ വെച്ചേക്കാം. പക്ഷേ അതിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ തേടിപ്പോകുമ്പോൾ സുന്ദരമായ വൈജ്ഞാനിക ലോകം, ആ ലോകത്തേക്ക് നാം എത്തിപ്പെടുകയാണ്. വലിയൊരു യാത്രയാണ് അത്. അള്ളാഹുവിന്റെ കലിമത്തുകളിലൂടെയുള്ള യാത്ര, അത് വലിയൊരു അത്ഭുത ലോകത്തേക്കുള്ള യാത്രയാണ്. അവിടെ നമ്മൾ എത്തിപ്പെടുന്നത് കമാല്, തമാമ് എന്ന് പറയുന്ന പരിശുദ്ധമായ ആ ഭാഗത്ത് നമ്മൾ എത്തിപ്പെടുന്ന വല്ലാത്തൊരു വാക്ക് എന്താണെന്നറിയുമോ? തീർച്ചയായും ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാണ്ടിറ്റി എന്താ? ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പരിപൂർണമാണത്, ഒന്നും അതിൽ കുറവില്ല. കമാൽ ഷൈ എന്ന് പറഞ്ഞ ബിസ്തിഫാഇ അജ്സാഇ ലാ നഖ്സ. എത്ര കറക്റ്റാ, എത്ര ക്ലിയറാ! കമാൽ ഷൈ ബിസ്തിഫാഇ അജ്സാഇ, അതിന്റെ ഓരോ ജുസുക്കളും പൂർത്തി വളരെ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വലാ നഖ്സ, ഒരു കുറവുമില്ല. അഥവാ എത്രയാണോ നിനക്ക് വേണ്ടത്, എത്ര അളവാണോ വേണ്ടത്, ആ അളവിൽ ഒരു കുറവുമില്ലാതെ കറക്റ്റ് അളവ് നിനക്കതിനകത്തുണ്ട്. ഒരു നിലയിലും വിശുദ്ധ ഖുർആനിന്റെ കലിമത്തുകളിലോ ഖുർആനിലോ ഒരു നഖ്സ, ഒരു കുറവുമില്ല. അത് വിധികളാവാം, നിയമങ്ങളാവാം, വ്യവസ്ഥകളാവാം, ജീവിതത്തിന്റെ മറ്റേതെങ്കിലും മേഖലകളാവാം, അത് ശാസ്ത്രീയ സത്യങ്ങളാവാം, അത് കണ്ടുപിടുത്തങ്ങളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറിവിന്റെ മേഖലകളാവാം. ഏതായിരുന്നാലും ഒരു കുറവും, വല നഖ്സ, ഒരു ന്യൂനതയും ഒരു കുറവും നിനക്കില്ല. അത് പരിപൂർണമാണ്. തമാമുഷൈ പൂർത്തീകരിച്ചിരിക്കുന്നു. ഫല സിയാദത്ത, പൂർത്തീകരണം എന്ന് പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം ബിസ്തിഫായി അജ്സായി, അതിന്റെ എന്തൊക്കെ നിനക്ക് വേണോ വേണ്ടത് മുഴുവൻ അതിനകത്തുണ്ട്. ഫല സിയാദ, കൂടുതലില്ല, ഓവറില്ല. ഇത് കുറച്ച് ഓവറായി പോയി, ഇല്ല, അല്ലെങ്കിൽ കുറഞ്ഞു പോയില്ല. നാളെ ഒരു പ്രശ്നം നിന്റെ മുമ്പിൽ വരുമ്പോ, ഭൗതിക കാലഘട്ടം മുന്നോട്ട് പോകുമ്പോ, ആധുനിക കാലഘട്ടം ആപേക്ഷികമാണ് ആ പദമെങ്കിലും, ആധുനികം എന്നൊക്കെ പറയുന്ന ആപേക്ഷികമാണ്. ന്യൂ ജനറേഷൻ അതൊക്കെ ആപേക്ഷികമാണ്. ഇനിയും ഒരുപാട് ന്യൂകളുണ്ട്. ഓരോ ന്യൂയും കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോ, വർത്തമാനകാലമാണ് നമ്മുടെ ജീവിതത്തിന്റെ കാലം. പാസ്റ്റ് കഴിഞ്ഞുപോയി, ഫ്യൂച്ചർ വരാനിരിക്കുന്നു. ന്യൂ എന്ന് വർത്തമാനകാലം വിശേഷിപ്പിക്കുമ്പോ, ഫ്യൂച്ചർ കടന്നു വരുമ്പോ, ആ ഫ്യൂച്ചർ വർത്തമാനകാലം സ്വീകരിക്കുമ്പോ അവിടെ ആദ്യകാലത്തിൽ ഉണ്ടായിരുന്ന ന്യൂ ഓൾഡായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. നാളെ നേരം വെളുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക എന്തെങ്കിലും പ്രത്യേകമായ, അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ, മനുഷ്യന്റെ പുരോഗതിയിൽ എന്തെങ്കിലും ഒരു കാര്യം അവന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വിലങ്ങ് തടിയായി നിൽക്കുമ്പോൾ അതിന്റെ വിധി എന്ത്, അതിന്റെ നിയമമെന്ത്, അതിന്റെ വെളിച്ചമെന്ത് എന്നതിനെ മുകളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനിയൊരു പ്രവാചകന്റെ ദൗത്യമില്ല, അല്ലെങ്കിൽ ഇനിയൊരു മലക്കിന്റെ അവതരണം, അല്ലെങ്കിൽ മലക്ക് നിന്നിലേക്ക് ഇനി ഇറങ്ങി വരില്ല, സന്ദേശവുമായിട്ട് വരില്ല. തീർച്ചയായും അത് പരിപൂർണമായി ഖുർആനിലുണ്ട്. നിനക്ക് മുകളിലേക്ക് നോക്കാൻ ഒരു കുറവുമില്ല. ഇനി ഇത് ഓവറായി, ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് പറയാൻ നിനക്കൊരു സിയാദത്തുമില്ല, ഓവറുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ വ്യക്തമായി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞത് സതകൂനു ഫിതൻ, ശേഷം ഫിത്തനകൾ ഉണ്ടാകും. എന്താ ഫിത്തൻ? എന്താണ് ഫിത്തനകൾ? ഫിത്തനയും ഫസാദും നമുക്കറിയാം. ഇഖ്റാജ് ഷൈഇൻ സിറാത്തുൽ ഇസ്തിഖാമ,
എല്ലാ റൂട്ടുകളും പഴച്ചു പോവും. അതാണല്ലോ ഫിത്തനും ഫസാദും. എല്ലാ റൂട്ടുകളും പഴക്കും. സത്തക്കൂനി ഫിത്തൻ, ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചത് സത്തക്കൂനി ഫിത്തൻ, ശേഷം ഒരുപാട് ഫിത്തനകൾ ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ജീവിതത്തിന്റെ താളങ്ങളും അറിയും, അതിന്റെ രാഗങ്ങളും അറിയും, അതിന്റെ ശൈലിയിൽ മാറ്റമുണ്ടാകും. മാത്രമല്ല പല രീതിയിൽ നിനക്ക് പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഫസാദും ഫിത്നയൊക്കെ ഉണ്ടാകുമ്പോൾ സഹാബത്ത് വേദനയോടുകൂടെ ചോദിച്ചു, തന്റെ പ്രിയപ്പെട്ട അനുചരന്മാർ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മോചനം എന്താണ് നബിയെ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ അനുചരന്മാർ ചോദിച്ചപ്പോൾ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഖാല കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. മറ്റൊരു വഴിയില്ല. ആധുനിക മനുഷ്യന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. എന്തുകൊണ്ട് ചിന്ത ഈ മേഖലയ്ക്ക് വരുന്നില്ല? ഇവിടെ ശാസ്ത്രമില്ലാഞ്ഞിട്ടാണോ? ഇവിടെ ശാസ്ത്ര പഠനങ്ങളില്ലാഞ്ഞിട്ടാണോ? ഖുർആൻ ശാസ്ത്രഗ്രന്ഥമല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയന്റിഫിക് ആണ് ഖുർആൻ, ശാസ്ത്രീയമാണ് ഖുർആൻ, ശാസ്ത്രമല്ല. ഖുർആനിന്റെ അത്ഭുത ലോകം കണ്ട്, അത്ഭുതത്തിന്റെ മേഖലകൾ കണ്ട്, അറിവിന്റെ മേഖലകൾ വഴികൾ കണ്ട് അത്ഭുതത്തോടുകൂടെ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചവരുണ്ട്, ഖുർആൻ ശാസ്ത്രഗ്രന്ഥമാണോ? പല ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർ ആർ കീർത്തിനെ പോലത്തെ പ്രഗത്ഭരായ പലവരും ചോദിച്ചിട്ടുണ്ട്, ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമാണോ? ഖുർആൻ, ചിലവർ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഒരു സയൻസ് ഗ്രന്ഥമാണ്. കാരണം എന്താണ്? അത്രത്തോളം സുന്ദരമായ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അറിവിന്റെ വഴികൾ തുറക്കുകയും പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളും അത്ഭുത ലോകവും നമ്മുടെ മുമ്പിലേക്ക് വ്യക്തമായി വരച്ചു കാണിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ സർവശക്തനായ അല്ലാഹുവിനെ അവന്റെ ബാഹ്യമായ കാണാൻ കഴിയുന്ന ബാഹ്യമായ ദൃഷ്ടാന്തങ്ങളിലൂടെ കാണാൻ കഴിയാത്ത അത്ഭുത ലോകത്തേക്ക്, അല്ലാഹുവിന്റെ ലോകത്തേക്ക് നമ്മെ കൊണ്ടുവരിക എന്ന വ്യക്തമായ സന്ദേശമാണ് സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പല ശാസ്ത്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന വിശുദ്ധമായ സൂക്തങ്ങളെ, ആ സൂക്തങ്ങളുടെ പുറകിൽ നമ്മൾ കണ്ടെത്തുന്ന സത്യം. ഞാൻ ആ ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരമുണ്ടാകുമ്പോൾ ആ ഭാഗം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ വരികയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖാല കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഒന്ന് മാത്രമാണ് ഫിത്നയും ഫസാദും ഉണ്ടാകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹാബത്ത് വീണ്ടും സഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്. ഫീഹി നബഉ മാ ഖബ്ലകും വഹുക്മു മാ ബൈനകും വഖബറു മാ ബഅദകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫീഹി ആ വിശുദ്ധ ഖുർആനിലുണ്ട് നബഉ മാ ഖബ്ലകും, നിങ്ങളുടെ പൂർവികന്മാരുടെ വിവരങ്ങൾ, ന്യൂസ് ആ ഖുർആനകത്തുണ്ട്. നിങ്ങളുടെ പൂർവികന്മാർ, കഴിഞ്ഞുപോയ നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ, നിങ്ങളുടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ആ കാലഘട്ടം എല്ലാം ആ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. വഖബറു മാ ബഅദകും, ഫ്യൂച്ചർ, നിങ്ങളുടെ ശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾ അതിനകത്ത് ചർച്ചയുണ്ട്. വഹുക്കുമു മാ ബൈനകും, നിങ്ങളുടെ പ്രസന്റ്. എത്ര ക്ലിയർ ആയിട്ടാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വരച്ചു കാണിക്കുന്നത്. വഹുക്കുമു മാ ബൈനകും, നിങ്ങളുടെ ഇടയിലുള്ള, നിങ്ങളുടെ പ്രസന്റ് ടൈമിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾക്കുള്ള വിധി, ആ കാര്യങ്ങൾക്കുള്ള നിയമം, ആ കാര്യങ്ങൾക്കുള്ള വ്യവസ്ഥ, അതും വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ആ വിശുദ്ധ വചനം ആരുടെ കയ്യിലാണോ വഴി വെളിച്ചമായി, ആരുടെ അടുക്കലാണോ ഉള്ളത് എങ്കിൽ ആ സത്യവചനം മാത്രമാണ് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളിൽ നിന്നും അതിജയിക്കാനുള്ള ഒരേ ഒരു വഴിയെന്ന് മാത്രം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി സൂചിപ്പിക്കുക. എത്ര ക്ലിയർ ആയിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ഹദീസ് വലിയ ഒരു ഹദീസ് അങ്ങനെ പറഞ്ഞു, വഹുദിക്കുൽ ഹകീം വഹുസിറാത്തുൽ മുസ്തഖീം, അതാണ് തത്വാധിഷ്ഠിതമായ പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ ദർശനം, അതാണ് വഹുസിറാത്തുൽ മുസ്തഖീം, അതാണ് ട്രൂത്ത് വേ, സത്യവഴി, അതാണ്. ആ സത്യവഴിയിലേക്ക് നിങ്ങൾ വരണേ. വലാ തൻഖലി അജായിബു, അതിന്റെ അത്ഭുത ലോകത്തുനിന്ന് കഴിഞ്ഞു പോകില്ല, ഒരു കാലത്തും അതിന്റെ അത്ഭുത ലോകത്തുനിന്ന് കഴിഞ്ഞു പോകില്ല. അതുകൊണ്ട് പഠിക്കണം. ആരായിരുന്നാലും ഏവർക്കും ഈ ഖുർആന്റെ ഈ പരിശുദ്ധമായ കുടുംബത്തിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതമാണ്. ആർക്കും ചിന്തിക്കാം, ഈ ശബ്ദം കേൾക്കുന്ന ആർക്കും പഠിക്കാം.
ഖുർആൻ അത്ഭുതമാണ്, ഖുർആന്റെ ഘടന അത്ഭുതമാണ്, ഖുർആന്റെ സന്ദേശം അത്ഭുതമാണ്. നമ്മൾ പറഞ്ഞു, ചർച്ച ചെയ്തു, ഖുർആൻ കംപ്ലീഷൻ ആൻഡ് പെർഫെക്ഷൻ ആണ്, അതിലൊരു കുറവുമില്ല. എന്തേ കാരണം? വനസ്സൽനായിലേക്കൽ ഖുർആൻ, നബിയെ താങ്കളിലേക്ക് നാം ഖുർആൻ ഇറക്കി. സൂറത്തുൻ നഹൽ 89, സൂറത്തുൻ നഹൽ എന്ന് പറയുന്ന അധ്യായം, തേനീച്ച എന്ന് പറയുന്ന അധ്യായം, ആ അധ്യായത്തിൽ 89ാമത്തെ വചനം, വനസ്സൽനായിലേക്കൽ ഖുർആൻ, നബിയെ താങ്കളിലേക്ക് നാം ഇറക്കി അൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ, തിബിയാന ലികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളും വിവരിച്ചുകൊണ്ടാണ്, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഈ ഖുർആൻ താങ്കളിലേക്ക് ഇറക്കിയത് എല്ലാ കാര്യങ്ങളും അതിൽ വിവരിച്ചിട്ടുണ്ട്. വഹുദം റഹ്മ, അത് മാർഗദർശനവും കാരുണ്യവുമാണ്. വബുശ്റാലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് എന്നേക്കുമായി ആ വിശുദ്ധ ഖുർആൻ സന്തോഷമാണ്. അത് എന്നും ഹാപ്പി, വളരെ സമാധാനം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുർആനിന്റെ സമാധാനവും സന്ദേശവും സന്തോഷവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലികുല്ലി ഷൈഇൻ ശറഫുൻ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു അഭിമാനമുണ്ട്, മാനമുണ്ട്. വശറഫു ഉമ്മത്തി അൽ ഖുർആൻ, എന്റെ ഉമ്മത്തിന്റെ അഭിമാനം അത് ഖുർആനാണ്. എന്റെ ഉമ്മത്തിന്റെ അഭിമാനം അത് ഖുർആനാണ്. നൂറ്റാണ്ടുകളുടെ മതിൽക്കെട്ടുകളെ ഭേദിച്ചുകൊണ്ട് ഏത് പുരോഗതിയും ഏത് നേട്ടങ്ങളും മനുഷ്യൻ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ വെളിച്ചം എന്ന് പറയുന്ന ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ വേണമെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ ഒന്നുകൊണ്ട് മാത്രമാണ്. സൂചിയുടെ നിർമ്മാണത്തിൽ നിന്ന് പടുകൂറ്റൻ മിസൈലുകളുടെ നിർമ്മാണത്തിലേക്കും ചെറിയ പേനയുടെ നിർമ്മാണത്തിൽ നിന്നാണ്ട് ബോംബുകളുടെ നിർമ്മാണത്തിലേക്കും കുതിച്ചുയർന്ന മനുഷ്യൻ ധാരാപഥങ്ങളിൽ മിസൈലുകൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ താഴെ നിന്ന് നിയന്ത്രിക്കുന്ന റഡാറുകളും കമ്പ്യൂട്ടറുകളുമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഒരേ വിരൽത്തുമ്പിനകത്താണ് ഇന്ന് ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ, അവന്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും ശാസ്ത്ര പുരോഗതിയും യാന്ത്രിക പുരോഗതിയും അവനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അവന്റെ വീടിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ഒരു സ്വിച്ച് ട്യൂൺ ചെയ്യുന്നതോടുകൂടെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതേ സ്പോട്ടിൽ, അതേ സമയം, ഓൺ ദി സ്പോട്ട് അവനക്ക് അത് സുന്ദരമായി ദർശിക്കാൻ കഴിയുന്ന, അവിടെ നടക്കുന്ന ആള് അവിടെ ചെന്ന് കാണുന്നതിനേക്കാൾ വളരെ സുന്ദരമായി അത് കാണാൻ കഴിയുന്ന അത്രത്തോളം പുരോഗതിയും നേട്ടങ്ങളും അത്രത്തോളം ജീവിതത്തിന്റെ ആവശ്യങ്ങളെ പൂരിപ്പിച്ച ആധുനിക കാലഘട്ടമെന്ന് മനുഷ്യൻ വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെന്നും മനുഷ്യന് പരാജയമാണ്. സമാധാനം മനുഷ്യനില്ല, ശാന്തി മനുഷ്യനില്ല. അവന് ഇരുളുകളാണ്. ഏത് ഇരുളുകളാണ്? എല്ലാ ഭാഗങ്ങളും എല്ലാ മേഖലകളും അവന് ഇരുളടഞ്ഞിരിക്കുന്നു. ഏതൊരു മനുഷ്യന്റെയും മുന്നിൽ അഗാധമായ ഗർത്തങ്ങളാണ്. അവന്റെ ചിന്തയും അവന്റെ മനസ്സും, ആ മനസ്സിന്റെ മുമ്പിൽ വലിയൊരു ഗർത്തമാണ് അവൻ കണ്ടെത്തുന്നത്. അവന്റെ ചിന്തയുടെ മുമ്പിൽ ഒരിക്കലും തോർന്നു പോവാത്ത വലിയ ഗർത്തങ്ങൾ അവൻ അവന്റെ മുന്നിൽ സൃഷ്ടിക്കപ്പെടുമ്പോ അവന് രക്ഷയുടെ വഴി എന്താ? വിശുദ്ധ ഖുർആനിൽ നാം കണ്ടെത്തുക, ദുലുമാത്ത് എന്ന് ഖുർആൻ പറയുന്നത് പ്ലൂറലായിട്ടാണ്. ഏകവചനത്തിൽ ഖുർആൻ 100 എന്ന് 45 100 എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. 45 ഭാഗം, 45 കലിമത്തുകൾ 100 എന്ന് ഖുർആൻ പറയുമ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഖുർആൻ പറയുന്നത് ദുലുമാത്ത് എന്ന ഇരുളുകൾ. 100 എന്ന് പറയുന്ന വെളിച്ചം എന്ന, അത് ഏകവചനമാണ്, വെളിച്ചം. പക്ഷേ അതിന്റെ ഓപ്പോസിറ്റായി, അതിന്റെ നേരെ എതിരായി ഖുർആൻ പറയുന്നത് ദുലുമാത്ത്, ഇരുളുകൾ എന്ന. അല്ലാഹു യദൂക്കും, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നു, അല്ലാഹു നിങ്ങളെ സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്നു, അല്ലാഹു നിങ്ങളെ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു യുഖ്രിജുഹും മിനൽ ദുലുമാത്തി ഇലന്നൂർ, അല്ലാഹു നിങ്ങളെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചനം നൽകുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് ഖുർആൻ അവിടെ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് പങ്കുവെക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ഖുർആനിന്റെ ആ സന്ദേശം ദുലുമാത്ത് എന്ന ഇരുളുകൾ എന്ന് പറയുമ്പോ 100 എന്ന് ഏകവചനത്തിൽ പറയുകയും ഇരുളുകൾ എന്ന് ബഹുവചനത്തിലും പറയുമ്പോ, മനുഷ്യ നിന്റെ മുമ്പിൽ ഒരുപാട് ഇരുളുകളുണ്ട്. ഏതൊക്കെ മേഖലകളെ നീ കൈവരിച്ചോ ആ മേഖലകൾ മുഴുവൻ നിനക്ക് ഇരുളായിട്ട് വരും. വെളിച്ചമാകുന്ന ഒരേ ഒരു വെളിച്ചം പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ വചനത്തിന്റെ വെളിച്ചമായ ഇരുളുകളെ മാറ്റിയിട്ടില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ആ വെളിച്ചമായി വന്നിട്ടില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായിട്ടുള്ള മുഴുവൻ വഴികളും, മുഴുവൻ പുരോഗതിയും, മുഴുവൻ നേട്ടങ്ങളും നിനക്ക് ഇരുളുകളാ. അതുകൊണ്ട് ശാസ്ത്ര പുരോഗതി നിനക്ക് ഇരുട്ടാവാം. നിന്റെ സാമ്പത്തിക മേഖല നിനക്ക് ഇരുട്ടായിട്ട് വരാം, നിന്റെ സാമൂഹ്യ മേഖല നിനക്ക് ഇരുട്ടായിട്ട് വരാം, നിന്റെ ഫിസിക്കലായിട്ട് ശാരീരികം നിനക്ക് ഇരുട്ടായിട്ട് വരാം. ഏതൊരു മേഖലയാവട്ടെ, നിന്റെ ആരോഗ്യമേലാവട്ടെ, വിദ്യാഭ്യാസ മേഖലയാവട്ടെ, ഏതായിരുന്നാലും ആ മേഖലകളെ മുഴുവൻ ഇരുളുകളായിട്ടാണ് നിന്നെ ജീവിതത്തിൽ പൊതിയുന്നതെങ്കിൽ, ഏത് പുരോഗതി നീ കൈവരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നിനക്ക് ഇരുളുകളായിട്ട് വരുമ്പോ
അതിനെ രക്ഷപ്പെടുത്താൻ, ആ ഇരുളുകളെ മുഴുവൻ ഒഴിവാക്കാൻ, അതിൽ നിന്ന് മോചനം നിനക്ക് കിട്ടാൻ ഒരേ ഒരു വെളിച്ചമുള്ളൂ പ്രിയപ്പെട്ടവരെ. അതാണ് അന്നൂർ, അതാണ് നൂറുള്ള, അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള വെളിച്ചം വന്നിരിക്കുന്നു. വകിതാബും മുബീൻ, വളരെ പ്രത്യക്ഷമായ ഗ്രന്ഥം, വിശുദ്ധ സന്ദേശം പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ്. അത് മാത്രമേ നിനക്ക് മോചനം തരാൻ കഴിയൂ, നിനക്ക് വിജയം തരാൻ കഴിയൂ. നിനക്കെക്കാലത്തും അഭിമാനവും മാനവുമായിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളുടെ മതിൽക്കെട്ടുകളെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രശോഭിച്ചു നിൽക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം, ലികുല്ലി ഷൈഇൻ ശറഫുൻ, എല്ലാ സമൂഹത്തിനും എല്ലാ വസ്തുക്കൾക്കും ഒരു അഭിമാനമുണ്ട്. വശറഫു ഉമ്മത്തി അൽ ഖുർആൻ, എന്റെ സമൂഹത്തിന്റെ അഭിമാനം ഖുർആനാണ്. എന്തേ മാ ഫറത്നാ ഫിൽ കിതാബ് മിൻ ഷൈഇ, വിശുദ്ധ ഖുർആൻ, വി ഹാവ് നോട്ട് മിസ്ഡ് ഔട്ട് ഇൻ ദി ബുക്ക് എനിത്തിങ്. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, മാ ഫറത്നാ, തീർച്ചയായും നാം ഒരു മിസ്സും, നാം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, നാം ഒന്നും മിസ്സാക്കിയിട്ടില്ല. ഫിൽ കിതാബി, വിശുദ്ധ ഗ്രന്ഥത്തിൽ, മിൻ ഷൈ, ഒരു വസ്തു, എല്ലാം ആ ഖുർആനിലുണ്ട്, എല്ലാമുണ്ട്. ഏതൊക്കെ കാലഘട്ടമുണ്ടോ ആ കാലഘട്ടങ്ങളിലുള്ള മുഴുവൻ കാര്യങ്ങളും യഹ്താജുൽ ഇൻസാൻ, മനുഷ്യന് ആവശ്യമാകുന്നു. യഹ്താജു ഇലൽ ആലമി കുല്ലി, എല്ലാ ലോകത്തേക്കും, എല്ലാ അവസരങ്ങളിലേക്കും, എല്ലാ കാലങ്ങളിലേക്കും ജീവിക്കുന്ന മനുഷ്യന്, ആ മനുഷ്യന് ജീവിക്കാനുള്ള വെളിച്ചവും സന്ദേശവും നിയമവും വ്യവസ്ഥയും ഭരണവും എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന വ്യക്തമായ കാഴ്ചപ്പാട്, വ്യക്തമായ സന്ദേശമാണ് അല്ലാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ പഠിക്കാതെ ഒന്നും പഠിച്ചതുകൊണ്ട് പ്രയോജനമില്ല. ആ ഖുർആനിന്റെ വെളിച്ചമില്ലാതെ ഒരു വെളിച്ചം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നാം ഇരുളിലാണ്. അത് ഏത് രംഗത്തും, ഇത് ഭൗതിക രംഗത്ത് മാത്രം ജീവിക്കുന്നവരല്ല. ഭൗതിക രംഗത്ത് നമുക്ക് ഇരുളാവും, എന്നാൽ ആത്മീയ രംഗത്ത് എന്ന പേര് പറഞ്ഞുകൊണ്ട് ദീനീ രംഗത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ മുസ്ലിങ്ങളാ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാ. പക്ഷേ നമുക്കും ഖുർആനിന്റെ വെളിച്ചമില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പരിപൂർണമാകില്ല എന്നല്ല. ഖുർആന്റെ വെളിച്ചമില്ലെങ്കിൽ ഈമാൻ ഇല്ല. ഖുർആന്റെ വെളിച്ചമില്ലെങ്കിൽ നമ്മുടെ ജീവിതമില്ല. ഇബാദത്തുകൾ അറിവ് നേടിയിട്ട് അറിവിലൂടെ അല്ലാഹുവിനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവൻ വെളിച്ചം കിട്ടിയവനായിത്തീരുന്നത്. അവന്റെ ഇബാദത്തുകളും അവന്റെ സൽക്കർമ്മങ്ങളും ഈ വെളിച്ചത്തിലാണ് വെളിച്ചം കാണുന്നത്, വിജയം കണ്ടെത്തുന്നത്. വെളിച്ചമില്ലെങ്കിൽ എക്കാലത്തും ഇരുളാകുന്ന ലോകത്തേക്ക് അവന്റെ കർമ്മങ്ങളെ മാറ്റപ്പെടുമെന്ന് വിശുദ്ധ വചനം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചം എത്രത്തോളം നിങ്ങൾക്കറിയോ? ദുനിയാവിലും അത് വെളിച്ചമാണ്, നാളെ പാരത്രിക ലോകത്തിലും വെളിച്ചമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ശാസ്ത്ര സത്യങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശാസ്ത്ര സത്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഖുർആൻ വിലയിരുത്തുന്നു. എത്രത്തോളം നിങ്ങൾക്കറിയോ? ഓരോ വസ്തുക്കളെ സംബന്ധിച്ചും കൂടി ഖുർആൻ പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഭൗതിക ലോകം അതിനോരോ പേരുകൾ വെക്കാം, ഭൗതിക ലോകം അതിനോരോ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഓരോന്ന് ഭൗതിക ലോകം നമ്മോട് പറയാം, ശാസ്ത്രം നമ്മോട് പറയാം. സസ്യതരുതലാദികളെ സംബന്ധിച്ച് പഠിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നമുക്ക് ചർച്ച ചെയ്യേണ്ടതാ. ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. ബോട്ടണി എന്നാണ് ഭൗതിക ലോകം അതിന് പറയുമ്പോ. ഊർജ തന്ത്രം, ഊർജ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി, ഫിസിക്കൽ വേൾഡ് പഠിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഫിസിക്സ് എന്ന് ശാസ്ത്രം ആധുനിക ലോകം അതിന് പേര് വെക്കുമ്പോ, മനുഷ്യ ശരീരം പഠിക്കാൻ, മനുഷ്യഘടനയെ പറ്റി പഠിക്കാൻ, മനുഷ്യന്റെ ഓരോ വസ്തുക്കളെ സംബന്ധിച്ച് പഠനം നടത്താൻ പറയുമ്പോ നമ്മള് കുട്ടികൾ സബ്ജക്ട് എടുത്ത് പഠിക്കാൻ പോവും. നീ ഏതിനാ പഠിക്കുന്നത്? എന്താ പഠിക്കുന്നത്? അനോട്ടമിയാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ അനോട്ടമി എന്ന് നമ്മളൊരു പേര് പറയുമ്പോ വിശുദ്ധ ഖുർആന്റെ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭ്രൂണശാസ്ത്രം പഠിക്കാൻ വേണ്ടി ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എംബ്രോളജി എന്ന് ഭൗതിക ശാസ്ത്രം അതിന് പേര് വെക്കുമ്പോ, ധാതു പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ ജിയോളജി എന്നാണ് ഭൗതികശാസ്ത്രം അതിന് പേര് വെക്കുന്നത്. ഭൂമിശാസ്ത്രം, പുഴ, അതുപോലെ സമുദ്രം തുടങ്ങിയ സംബന്ധിച്ച് പഠനം നടത്താൻ വേണ്ടി പറയുമ്പോൾ ജോഗ്രഫി എന്നതിന് പേര് വെക്കുമ്പോ, രാപ്പകലുകൾ, നക്ഷത്രങ്ങൾ, അതുപോലെയുള്ള പഠനങ്ങൾ മുന്നോട്ട് ഖുർആൻ വെക്കുമ്പോ ആസ്ട്രോണമി എന്നതിന് പേര് വെക്കുമ്പോ, കാറ്റ്, മഴ, മേഘം തുടങ്ങിയ സംബന്ധിച്ച് പഠനം നടത്താൻ വിശുദ്ധ ഖുർആൻ പറയുമ്പോ മെട്രോളജി എന്ന് നാം അതിന് പേര് വെക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം വിശുദ്ധ ഖുർആനിൽ ഓരോ വചനങ്ങളും എന്തിനാ പ്രപഞ്ചഘടനയെ സംബന്ധിച്ച് പറയുന്നത് എത്രയാണെന്ന് അറിയുമോ? കോസ്മോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പറയുന്നത് ഇൽമുൽ കൗനിയാത്ത്. കോസ്മോളജി പഠിക്കാൻ പറയുന്നത് 12 അധ്യായങ്ങളിലാണ് ഖുർആൻ പറയുന്നത്. 18 സൂക്തങ്ങളാണ് അതിനുവേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്നത്. ഭൗമശാസ്ത്രം നിങ്ങൾ പഠിക്കണേ, ഭൂമിശാസ്ത്രം പഠിക്കണം. ഭൂമിയെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം, ഭൂമിയെ ഘടനയെ സംബന്ധിച്ച് പഠിക്കണം, ഭൂമിയുടെ പ്രകൃതി പഠിക്കണം, ഭൂമി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കണം എന്നൊക്കെ ഖുർആൻ പറയുമ്പോ ജിയോഗ്രഫി എന്ന് ഭൗതിക ശാസ്ത്രം അതിന് പേര് വെക്കുന്നു. അത് ഖുർആൻ പറയുന്നത് ജിയോഗ്രഫി പഠിക്കാൻ പറയുന്ന 60 സൂറത്തുകളാണ്, 195 ആയത്തുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ജീവശാസ്ത്രം പഠിക്കാൻ വേണ്ടി പറയുന്നത്
ജനിതക ശാസ്ത്രം പഠിക്കാൻ വേണ്ടി പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ബയോളജി പഠിക്കാൻ, ജനിതക ശാസ്ത്രം പഠിക്കാൻ, ജെനറ്റിക്സ് പഠിക്കാൻ, ഇൽമുൽ ഇഹ്യാവ് പഠിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നത് 17 അധ്യായങ്ങളിലാണ്. 20 സൂക്തങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ബഹിരാകാശ ശാസ്ത്രം പഠിക്കാൻ, ബഹിരാകാശം പഠിക്കാൻ, അതിന്റെ ഘടനകൾ പഠിക്കാൻ, മുകളിലേക്ക് പോകുമ്പോൾ ബഹിരാകാശത്ത് ആകാശ ലോകത്തേക്ക് പോകുമ്പോൾ വായുവില്ല എന്ന പഠനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അതിനെ സംബന്ധിച്ച് പഠിക്കാനും ചിന്തിക്കാനും പറയുന്നത് 5 സൂക്തങ്ങളിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. ആകാശ ലോകത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി പറയുന്നത് ഇരത്ത് വൈതന്നുജൂമുങ്കത്തറത്ത് തുടങ്ങിയ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ വസമായി റിഫ്ലക്സുടെ ആകാശമാണ് സത്യം. വസമായി വത്താരിഖ്. നോക്കൂ നിങ്ങൾ, എത്ര ക്ലിയർ ആയിട്ടാണ് ഇതൊക്കെ ഖുർആൻ പറയുന്നത്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പറയുന്നത് 19 സൂക്തങ്ങളാണ്, സൂറത്തുകളിലാണ്. ഈ 37 ആയത്തുകൾ, ക്ഷമിക്കണം, 5 സൂക്തങ്ങളിൽ 5 സൂറത്തുകളിൽ 7 ആയത്തുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഭ്രൂണശാസ്ത്രം പഠിക്കാൻ പറഞ്ഞു, എംബ്രോളജി പഠിക്കാൻ പറയുന്നത് 19 സൂറത്തുകളിൽ 19 അധ്യായങ്ങൾ 37 ആയത്തുകളാണ് അഥവാ സൂക്തങ്ങളാണ്. ഔഷധം, ആരോഗ്യം, വൈദ്യശാസ്ത്രം 28 അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്നു. 63 സൂക്തങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. സമുദ്രശാസ്ത്രം, സമുദ്രജീവികളുടെ സംബന്ധിച്ചുള്ള പഠന 19 അധ്യായങ്ങളിൽ 29 സൂക്തങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. സൗരയുധം, ജ്യോതിശാസ്ത്രം 26 സൂറത്തുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഖുർആൻ ചർച്ച ചെയ്യുന്നത് 44 സൂക്തങ്ങളിലൂടെ. ജലശാസ്ത്രം, ജലപരിക്രമണം 13 അധ്യായങ്ങളിലൂടെ 17 സൂക്തങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. എത്രയാണ് ഇനി ഞാൻ പറയേണ്ടത്? ഈ പട്ടിക നീണ്ടുപോവുകയാണ്, അവസാനിക്കുന്നില്ല. ഇത് അവസാനിക്കാൻ പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണേ. ഇതാണ് ഈ ഖുർആനിന്റെ വ്യക്തമായിട്ടുള്ള സന്ദേശം. ഇതാണ് ഈ ഖുർആനിന്റെ സബ്ജക്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആന്റെ പ്രമേയമാണിത്. നീ വായിക്കണേ, റീഡ്, നീ വായിക്കൂ. ഇൻ ദ നെയിം ഓഫ് യുവർ മാസ്റ്റർ, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കൂ. എന്താണ്? അതാണ് സത്യത്തിൽ വെളിച്ചം. അതാണ് നിന്റെ പഠനത്തിന്റെ ലക്ഷ്യം, സൃഷ്ടാവിനെ കണ്ടെത്തുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മോടൊക്കെ ഖുർആൻ ഈ ശാസ്ത്രം പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ 2 വെളിച്ചം നിന്റെ മുമ്പിലുണ്ടാവും. നമ്മൾ ഈ സംഗമം തുടങ്ങുമ്പോ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുമ്പോ പറഞ്ഞില്ലേ, ഓർക്കുന്നില്ലേ? നാം പറഞ്ഞില്ലേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും ആഖിറത്തിലും നന്മ കൊണ്ട തമ്പുരാനെ. ദുനിയാവിൽ നന്മ സൃഷ്ടിക്കാൻ, ദുനിയാവിൽ നന്മ കിട്ടുന്നത് ശാസ്ത്രം ഇവിടെ ഉണ്ടാവണം, ശാസ്ത്ര പുരോഗതികൾ ഉണ്ടാവണം, നേട്ടങ്ങൾ ഉണ്ടാവണം, ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാവണം. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കാൻ ഖുർആൻ പറയുന്നു. ആ പഠനത്തിലൂടെ പടച്ച തമ്പുരാനെ തിരിച്ചറിഞ്ഞ് ആഖിറത്തിന്റെ വെളിച്ചം നിനക്ക് കിട്ടണം. അതാണ് ഖുർആനിൽ പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഇവിടെ മോനെ ഈ പ്രപഞ്ചത്തിന് ഘടനയുണ്ട്, ഈ ലോകത്തിന് ഘടനയുണ്ട്. എത്ര ക്ലിയർ ആയിട്ട് ഖുർആൻ സൂറത്തുൽ അഅല. നമ്മുടെയൊക്കെ വെള്ളിയാഴ്ച അധിക പള്ളികളിലും ഖത്തീബുമാര് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅലയാണ്. ഇമാമത്ത് നിൽക്കുമ്പോ, ജുമ നിസ്കരിക്കുമ്പോ നമ്മളൊക്കെ മിഹ്റാബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ലോകത്ത് പഠിപ്പിക്കുന്ന എന്താണ് ആ സന്ദേശം? നിന്റെ നാഥനെ നീ വാഴ്ത്തുക. ഏതാ? സബ്ബിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നാഥനെ വാഴ്ത്തണേ. അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. ആരാണ് ആ നാഥൻ? അല്ലദീ ഖലഖ, അവനാണ് സൃഷ്ടിച്ചത്. ഖലഖ ഫസവ്വാ, അവനാണ് സംവിധാനിച്ചത്. വല്ലദീ ഖദ്ദറ, അവനാണ് കണക്കാക്കിയത്. ഫഹദാ, അവനാണ് മാർഗദർശനം നൽകിയത്. എത്ര ക്ലിയറാ! ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ, പ്രകൃതിയുടെ സുന്ദരമായ പ്രതിഭാസവും പ്രകൃതിയും ആ പ്രകൃതിയുടെ ഘടനയും വ്യക്തമായി വരച്ചു കാണിക്കുന്ന ഈ വിശുദ്ധമായ വചനം നോക്കൂ. ക്രിയേഷൻ, മോനെ ഇതൊക്കെ ഒരു സൃഷ്ടിപ്പാണ്. ക്രിയേഷൻ. ഫസവ്വ, പ്രിപ്പറേഷൻ, ഇതൊക്കെ ഒരു സംവിധാനമാണ്. വല്ലദീ ഖദ്ദറ, ഇതിനൊക്കെ ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്, ഗണിതമുണ്ട്, കണക്കുണ്ട്. ഫഹദ, ഇതിനൊക്കെ ഡയറക്ഷൻ ഉണ്ട്. ക്രിയേഷൻ, പ്രിപ്പറേഷൻ, മാത്തമാറ്റിക്സ് ആൻഡ് ഡയറക്ഷൻ. എത്ര കറക്റ്റാ! ഈ ലോകം ഈ 4ലാണ്. ഈ ലോകത്തിന്റെ എല്ലാം ഈ 4ലാണ്. നീ പഠിക്കുന്ന ഏത് വഴിയുണ്ടോ, ഈ 4 വഴി പടച്ച തമ്പുരാൻ ഇവിടെ സൃഷ്ടിച്ച് വെച്ചതുകൊണ്ടാ, ഇവിടെ സംവിധാനിച്ചതുകൊണ്ടാ, ഇവിടെ കണക്ക് തന്നതുകൊണ്ടാ, ഇവിടെ മാർഗം വരച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിനക്ക് അറിവും ശാസ്ത്രവും മേഖലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ ഒരു തിരിച്ചറിവിലൂടെ മനുഷ്യന്റെ ഘടന പഠിക്കുന്നവൻ മനുഷ്യനോടെ പടച്ച തമ്പുരാനെ കണ്ടെത്തുന്നു. എത്ര ക്ലിയർ!
മനുഷ്യൻ ചിന്തിക്കട്ടെ, എന്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? അവനെ സൃഷ്ടിക്കപ്പെട്ട് അവന്റെ ബീജഖനം, അവന് ശ്രവിക്കപ്പെടുന്ന ആ ബീജഖനം അവൻ ചിന്തിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച, കണ്ടോ, സൃഷ്ടിപ്പ്. എവിടെ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക, റബ്ബുനല്ലദീ ഖലഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ആദ്യത്തെ ക്രിയേഷനാണ്. അത് നീ അറിയണം. നിന്റെ പഠനത്തിലൂടെ ഒരു ഡോക്ടർ, നീ അനോട്ടമി പഠിച്ചു വരുമ്പോ നീ ദൈവവിശ്വാസിയാവണം. നിർബന്ധമായിട്ട് നീ ദൈവത്തിനെ കണ്ടെത്തണം. കാരണം ഇത് സംവിധാനിച്ച അവനാണ്. ആ അനോട്ടമിയിൽ നിന്റെ ശരീരത്തിന് ഒരുപാട് ഘടനകളുണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട് അതിനകത്ത്. നിന്റെ രക്തത്തിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, നിന്റെ ജീവിതത്തിൽ കണക്കുണ്ട്. നിന്റെ ജീവിതത്തിലെ കണക്ക്, നിനക്ക് പ്രഷർ, അതുപോലെ ഷുഗർ, അതുപോലെ തന്നെ നിന്റെ ഓരോന്നും. നിനക്കൊരു രോഗം വരുമ്പോ രക്തം പരിശോധിക്കുമ്പോൾ രക്തത്തിൽ കണക്കുകളാണ് പരിശോധിക്കുന്നത്. ആ കണക്കുകളെ മുഴുവൻ ആരാണ് ഈ കണക്ക് വെച്ചത്? എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മോനെ, നിനക്ക് ആ വിദ്യാർത്ഥിയോട് ചോദിക്കുമോ, നിനക്കെങ്ങനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കഴിയുന്നത്? നിനക്കൊരു കണക്കുണ്ട്, ആ കണക്കാണ് നീ പഠിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആർക്കും ഒരു കണക്ക്. ആരാ ഈ കണക്ക് വെച്ച്? ആരാണ് സംവിധാനിച്ച്? ആരാണ് ഈ പ്രിപ്പറേഷൻ? ആരാണ് ഈ ഡയറക്ഷൻ? എങ്കിൽ ഇത് സർവശക്തനായ നിന്റെ രക്ഷിതാവാണ്, നിന്നെ പരിപാലിക്കുന്ന നാഥനാണ്. സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. കണ്ടോ, അതാണ് ഈ പഠനത്തിലൂടെ ഒരു ശാസ്ത്രജ്ഞൻ ദൈവവിശ്വാസിയാവണം. ആ ശാസ്ത്രത്തിന്റെ പഠനത്തിലൂടെ ഈ ലോകത്തും അറിവ് കിട്ടുന്നു, ഈ ലോകത്ത് അതുകൊണ്ട് പുരോഗതി കിട്ടുന്നു, അവനും വെളിച്ചം കിട്ടുന്നു, ലോകത്ത് മുഴുവൻ വെളിച്ചം കിട്ടുന്നു. നാളെ പാരത്രിക ലോകത്തെ രക്ഷപ്പെടാൻ അവനിക്ക് പാരത്രിക ലോകത്തേക്കും വെളിച്ചം കിട്ടുന്നു. നോക്കൂ നിങ്ങൾ, ഈ വെളിച്ചം കിട്ടിയ ഒരു മുഅ്മിനായ മനുഷ്യൻ നരകത്തിന്റെ അഗ്നിയുടെ നരകത്തിന്റെ മുകളിലുള്ള പാസേജാണല്ലോ സിറാത്ത്. ആ സിറാത്തിലൂടെ മുകളിലേക്ക് കടക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ, ഖുർആന്റെ വെളിച്ചം കിട്ടിയവൻ ആ സിറാത്തിലൂടെ കടക്കുമ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്ന വചനം, നരകം പറയുമത്രേ, നരകത്തിൽ നിന്ന് ശരീരം കേൾക്കുമത്രേ, യാ മുഅ്മിനു ഖദ് അത്ഫാ നൂറുകൽ ഹബീ, എന്റെ തീജ്വാല, എന്റെ തീയിന്റെ ശക്തി, എന്റെ ശക്തി ക്ഷയിച്ചു കളഞ്ഞു മോനെ, നീ എന്റെ തീജ്വാല കെട്ടുപോയി, നിന്റെ വെളിച്ചമാണ് എന്റെ തീജ്വാല കെടുത്തിക്കളഞ്ഞത് എന്ന് നരകം പറയുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തോമസ് ലെബൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ചരിത്രകാരൻ എഴുതി വെച്ചത്, ലൗലൽ അറബ് ലതഅഖറത ഹാദിൽ ഹളറ ഇദ്ദത ഖുറൂൻ, അറബികൾ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ ഈ കാണുന്ന നാഗരികത കാണുമായിരുന്നില്ല. ഈ നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടായത് ഇക്രയിന്റെ സന്ദേശം കൊണ്ടാണ്, ഇക്രയിന്റെ സന്തതികളെ കൊണ്ടാണ്. ഇക്രയിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ഇക്രയിന്റെ സന്തതികൾ ലോകത്ത് പുരോഗതി നേട്ടങ്ങളും ഉണ്ടാക്കി, കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്ര പുരോഗതി ഉണ്ടാക്കി. അവര് പഠിച്ച് മനസ്സിലാക്കി, അതിലൂടെ അവരുടെ ഈമാനും വെളിച്ചവും അവർക്കുണ്ടാക്കി. ദുനിയാവിലും ആഖിറത്തിലും ഉന്നതമായ വിജയം കൈവരിച്ച സത്യവിശ്വാസികളായവരുണ്ടായി. അവിടെയാണ് ഡോക്ടർ അബൂബക്കർ റാസിയെ നാം കാണുന്നത്, അവിടെയാണ് മഹാനായ അബുൽ ഹൈസമിനെ കാണുന്നത്, അവിടെയാണ് മഹാനായ അബുൽ ഹൈസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്, അവിടെയാണ് മഹാനായ അലി ബിൻ അൽ തൂസി വരുന്നത്, അവിടെയാണ് ജാബിർ ബിൻ ഹയ്യാം വരുന്നത്, അവിടെയാണ് അബൂ ജാഫർ കൂഫി കടന്നു വരുന്നത്, അവിടെയാണ് അബൂബക്കർ റാസി കടന്നു വരുന്നത്, അവിടെയാണ് അബുൽ ഖാസിം അസ്സഹറാവി കടന്നു വരുന്നത്, അവിടെയാണ് അലി ബിൻ അബി സീന കടന്നു വരുന്നത്. എന്താ അതൊക്കെ പറയുന്നത്? ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരാ. ഏതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ? ലോകം കണ്ട പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ, ലോകത്തെ പ്രഥമ ശാസ്ത്രജ്ഞന്മാർ. നമുക്ക് ഇബ്നു ഹൈത്താൻ, ആരാ ഇബ്നു ഹൈത്താൻ? പ്രകാശവർഷമാണ് നാം ആഘോഷിക്കുന്നത് 2015. പ്രകാശത്തിൽ നിന്നെ എനിക്ക് എങ്ങനെ കണ്ണ് കാണുന്നത് എന്ന് തെളിയിച്ചത്, എങ്ങനെയാണ് കാഴ്ച കിട്ടുന്നത് ലോകത്ത് വരച്ച് കാണിച്ച് തെളിയിച്ച ഇബ്നു ഹൈത്താൻ. അറിയില്ലേ ചരിത്രം പഠിച്ചിട്ടില്ലേ? ലോകത്ത് എത്രയാണ് ആ നീണ്ട ആ വലിയ പരമ്പര, എത്രയാണ് ആ പട്ടിക ശാസ്ത്രജ്ഞന്മാരുടെ. പക്ഷേ നമ്മുടെ മക്കൾ അറിയുന്നുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ആരാ അബൂബക്കർ റാസി, റോസനി ദ ഗ്രേറ്റസ്റ്റ് ഫിസിഷ്യൻ എന്ന് ചരിത്രം എഴുതി വെക്കുമ്പോ അറബികളോട് ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ ഈ നാഗരികത നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഇന്നൊരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സുന്ദരമായി വീടിന്റെ അകത്തളത്തിൽ നിന്ന് നമ്മൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നാഗരികത. താരാപഥങ്ങൾ, മിസൈലുകൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ താഴെ നിന്ന് നിയന്ത്രിക്കുന്ന റഡാറുകളും കമ്പ്യൂട്ടറുകളുമായിട്ടുള്ള നാഗരികത. ഓരോ പുരോഗതിയും നേട്ടവും കൈവച്ച നാഗരികത നിനക്കുണ്ടായത് അറബികൾ ഉണ്ടായതുകൊണ്ടാണ്. ഏത് അറബികൾ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണേ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, സൈഗോട്ടിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്, അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്. ഒട്ടകത്തിന്റെ പുറകിലൂടെ കള്ളും കുടിച്ച് നൃത്തം ചവിട്ട് പാട്ടുപാടി നടന്നിരുന്ന കാട്ടറബികളെ, മക്കളെ നീ വായിക്കണം. നിന്റെ വായന ശരിയായിട്ടില്ല, പുനർവായന അനിവാര്യമാണ്. നിന്നെ സൈഗോട്ടിൽ നിന്ന് സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടത് എന്ന് അറിവിലൂടെ സൃഷ്ടാവിലേക്ക് കൈപിടിച്ചുയർത്തിയ
അവരെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കൊണ്ടുവന്ന് ലോകത്തെ ഏറ്റവും വലിയ പുരോഗതിയും നേട്ടങ്ങളും കൈവരിക്കാൻ ഏറ്റവും വലിയ ശാസ്ത്ര ലോകത്തേക്ക് മനുഷ്യനെ പിടിച്ചു കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനാണെന്ന് പറയുന്നത് ഞാനല്ല, നിങ്ങളല്ല, ഡോക്ടർ ചരിത്രകാരൻ ആരാ, തോമസ് ലബൂൺ എന്ന് പറയുന്ന പ്രഗത്ഭനായ ചരിത്രകാരനാണ്. നമുക്കറിയാം എത്രത്തോളം മഹാനായ ഓരോ ചരിത്രകാരന്മാർ. ഡോക്ടർ എൽഫെയിൻഡി പറഞ്ഞ വാക്കെന്താ? ഇവിടെ വിശുദ്ധ ഖുർആന് മുമ്പിൽ ഒരു ഗ്രന്ഥം പോലും ഉണ്ടായിട്ടില്ല. എന്താ പറഞ്ഞ വാക്ക്? MG എൽഫെയിൻഡി പറഞ്ഞത് ദ ഖുർആൻ ആൻഡ് ദ ഇസ്ലാം ആൻഡ് സയൻസ് എന്ന പുസ്തകത്തിൽ, ബിഫോർ ഇസ്ലാം there was not a single holy book that urged men to seek for science. ശാസ്ത്രം പഠിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം പോലും ഖുർആനിന് മുമ്പ്, ബിഫോർ ഇസ്ലാം there was not a single holy book. ഖുർആന്റെ മുമ്പ് ഇവിടെ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. ഒരു സിംഗിൾ ഹോളി ബുക്ക്, എ സിംഗിൾ ഹോളി ബുക്ക്, ഒരൊറ്റ ഗ്രന്ഥം പോലും മഹത്തായ ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. ഇവിടെ ഖുർആനാണ് ഇവിടെ ഉണ്ടായത്. വായിക്കണേ, മായുക്കറ വായിക്കപ്പെടുന്ന ഗ്രന്ഥം, വായിക്കണേ, പഠിക്കണേ എന്ന സന്ദേശവുമായിട്ട് വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിറയിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. നമുക്കിനിയും ചർച്ച ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു മഹത്തായ സംഗമം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു. ഇത് നമ്മുടെ തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലൂടെ ചർച്ച ചെയ്യണം, അറബി ഭാഷയിലൂടെ പഠിക്കണം. കാരണം എന്താണെന്നറിയാം, എന്നാലേ ശാസ്ത്ര സത്യങ്ങളും വിശുദ്ധ ഖുർആന്റെ വെളിച്ചവും പരിപൂർണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഖുർആനിൽ ആവർത്തനമില്ല, ഒരാഴ്ച പോലും ഖുർആൻ ആവർത്തിക്കുന്നില്ല. ഇതൊരു വെല്ലുവിളിയാണ്. ഇത് വ്യക്തമായി വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയുടെ മുമ്പിൽ ലോകത്ത് ഇന്നും ഖുർആൻ അത്ഭുതത്തോടുകൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണിത്. അള്ളാഹുവിന്റെ അമാനുഷികമായ ഗ്രന്ഥമാണ് ഖുർആൻ, സൂപ്പർ നാച്ചുറൽ. ഖുർആനിൽ ആവർത്തനമില്ല, പുതിയ അർത്ഥങ്ങൾക്ക് വേണ്ടിയല്ലാതെ. ഖുർആനിൽ ആവർത്തിക്കുന്നില്ല, പുതിയ അർത്ഥങ്ങൾക്ക് വേണ്ടിയല്ലാതെ. ഖുർആൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾക്ക് മാറ്റമില്ല. ഒരു ഇൻ എന്നൊരു വേർഡ് പറഞ്ഞാൽ, സി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥമില്ല, അതിന് മറ്റൊരു വാക്ക് അവിടെ വെക്കാൻ കഴിയില്ല. അതിന് അതേ സമാനമായ അർത്ഥത്തിൽ വരുന്ന വേറെ ഒരു വേർഡ്, ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷൻ അവിടെ വെക്കാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം കറക്റ്റായി ഓരോ അക്ഷരങ്ങളിലും ഓരോ വാക്യങ്ങളും അർത്ഥത്തെ അത്ഭുതങ്ങൾ തുറന്നു തരുന്ന അറിവിന്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ മലക്കെ തുറക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിലേക്ക് സ്വാഗതം. ഈ വൈജ്ഞാനിക യാത്രകളിലേക്ക് നമ്മുടെ വെളിച്ചം, നമ്മുടെ വഴിയിലൂടെ സത്യവചനം വഴി വെളിച്ചം എന്ന് പറയുന്ന മഹത്തായ ഈ സന്ദേശത്തിലൂടെ ഈ വൈജ്ഞാനിക യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. ഇനി നമുക്ക് ഖുർആനിലൂടെ നമുക്ക് ഒരുപാട് പോകാനുണ്ട്. വിശുദ്ധ ഖുർആന്റെ ദഹിയത്ത്, നെഹ്ല്, മത്തറ്, റിയാഹ്, ബിനാഹ്, അതുപോലെ സിയാറ, മൊഷറാത്ത്, ജന്നത്ത്, നാറ്, അസ്വാജ്, ഇതൊന്നും പരിഭാഷകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വേർഡുകളല്ല. ധാരാളം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒരിക്കലുമല്ല. എന്ന് മാത്രമല്ല, റിയാഹ്, റീഹ് വ്യത്യാസമുണ്ട്, ഖദർ, ഖലാഹ് വ്യത്യാസമുണ്ട്, അർത്ഥങ്ങൾ വ്യത്യാസമുണ്ട്. ഒന്നല്ല, ഒരർത്ഥമല്ല. റിയാഹ് കാറ്റ്, റീഹ് കാറ്റ് അല്ല, അർത്ഥം മറ്റൊരു ഗൗസ് അർത്ഥം വ്യത്യാസമുണ്ട്, വളരെ വ്യക്തമായ വ്യത്യാസമുണ്ട്. പരിഭാഷക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റക്ക് മാത്രം പറഞ്ഞുകൊണ്ട്, സാമ്പിളിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് നമുക്ക് ഈ കൂട്ടായ്മ സന്തോഷത്തോടെ നമുക്ക് നിർത്താം. സൂറത്ത് നഹൽ, ദ ബി, അത് തന്നെ ഖുർആന്റെ അത്ഭുതമാണെന്നാണ്. അന്ന് ഹെഡ്ലൈൻ ഉണ്ടായിരുന്നില്ല. അന്ന് വലിയ വലിയ സാഹിത്യരംഗം കാലഘട്ടങ്ങൾ അറബികളുടെ മുമ്പിൽ ഖുർആൻ അവതരിപ്പിക്കുമ്പോ ജാഹിലിയ്യ കാലഘട്ടം നമുക്കറിയാം. അന്തറത്തിനെ പോലെ, സുഹൈർ ബിൻ അബി സുൽമയെ പോലെ, ഉമ്മുൽ ഖൈസിനെ പോലെ പ്രഗത്ഭരായ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായി. ലബീദിനെ പോലെ ഒരുപാട് സാഹിത്യകാരന്മാർ. അവർ അത്ഭുതത്തിന്റെ ലോകമായിരുന്നു സാഹിത്യത്തിൽ തുറന്നിരുന്നത്. സാഹിത്യത്തിന്റെ ലോകം നമുക്കറിയാം, അറേബ്യൻ സാഹിത്യം പരിശോധിക്കുമ്പോൾ. പക്ഷെ അവർക്ക് ഹെഡ്ലൈനുകൾ ഉണ്ടായിരുന്നില്ല. അവരുടെ സാഹിത്യങ്ങൾക്ക് ഹെഡ്ലൈൻ ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ അത്ഭുതത്തോടെ ഖുർആൻ നോക്കൂ. ചാപ്റ്റർ 1 ഇൻട്രഡക്ഷൻ, ചാപ്റ്റർ 1 സൂറത്തുൽ ഫാത്തിഹ, ചാപ്റ്റർ 2 ദ കൗ, പശു, അങ്കബൂത്ത്, എട്ടുകാലി, ദ ബി, തേനീച്ച, ഉറുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡ്ലൈൻ വെക്കുമ്പോ ചിന്തിക്കണേ. അന്ന് ചോദിച്ചവർ, എന്തിനാണ് മുഹമ്മദെ തേനീച്ച വെക്കുന്നത്,
എന്തിനാണ് ഉറുമ്പിനെ ചർച്ച ചെയ്യുന്നത്, ചെറിയ ജീവിയെ ചർച്ച ചെയ്യുന്നത്? എന്താ പടച്ചതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? എന്താ ഈ ചെറിയ ചെറിയ ജീവികളെ പറ്റിയ ചർച്ച എന്ന് പറയുമ്പോ പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തമായി, അത്ഭുത ദൃഷ്ടാന്തമായി ജീവജാലങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഹെഡ്ലൈന് പോലും അത് വെച്ചുകൊണ്ട് പറയുമ്പോ ആധുനികം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന ആപേക്ഷിക പദാണെങ്കിലും ഈ കാലഘട്ടങ്ങളിൽ സാഹിത്യത്തിന്റെ ഹെഡ്ലൈൻ നോക്കൂ. ചെമ്മീൻ കേട്ടിട്ടില്ലേ? തകഴിയുടെ ചെമ്മീൻ. കയറ് കേട്ടിട്ടില്ലേ? ഉറുമ്പ് കേട്ടിട്ടില്ലേ? എട്ടുകാലി കേട്ടിട്ടില്ലേ? ഓരോ സാഹിത്യത്തിന്റെ ഹെഡ്ലൈൻ എന്താ? ചിന്തോദീപമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഹെഡ്ലൈനുകൾ എന്താ? ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ഹെഡ്ലൈന് പോലും, തലക്കെട്ട് പോലും ഖുർആൻ അത്ഭുതത്തോടെ വെച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഹെഡ്ലൈനിൽ പെട്ടാണ് ദബ്ബി, തേനീച്ച. ആ തേനീച്ച സംബന്ധിച്ച് പറയുന്നുണ്ട് ആ ഒരൊറ്റ വാക്ക് മാത്രം പറയാം, ധാരാളം പറയാനുണ്ട്. കണ്ടോ? യുവർ മാസ്റ്റർ റിവീൽഡ് ടു ബി യു ബിൽഡ് ഹൈവ് ഫ്രം മൗണ്ടെയിൻസ്. മലയാളത്തിലോ താങ്കളുടെ രക്ഷിതാവബോധനം നൽകി തേനീച്ചയിലേക്ക് പർവ്വതങ്ങളിൽ നിന്ന് വീടുണ്ടാക്കുക. പക്ഷേ അറബി ഭാഷ പഠിക്കുന്നവർക്കറിയാം, വൗഹ റബ്ബുക, താങ്കളുടെ രക്ഷിതാവബോധനം നൽകി ഇരന്നഹിൽ തേനീച്ചയിലേക്ക് അനിത്തഹ്ദി, നീ ഉണ്ടാക്കുക. അവിടെ ഇത്തഹിദ് എന്ന് പറഞ്ഞാൽ പുല്ലിംഗവും, ഇത്തഹ്ദി ഒരു യാവ് കൊടുക്കുമ്പോൾ സ്ത്രീലിംഗമാണ്. ഇത്തഹിദ് സുക്കൂനിൽ അവസാനിക്കുമ്പോൾ പുല്ലിംഗം, ഇത്തഹ്ദി ഒരു യാവ് കൊടുക്കുമ്പോൾ സ്ത്രീലിംഗം. എന്താ സ്ത്രീലിംഗമായിട്ട് ഇത്തഹ്ദി എന്ന് തേനീച്ച ഉപയോഗിച്ചത്? തേനീച്ചയുടെ 3 ഗ്രൂപ്പുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് തേനീച്ചയുടെ പെണ്ണ് വർഗം. പെണ്ണിന്റെ പണിയാ തേനീച്ച കൂടുണ്ടാക്കുന്ന ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പെണ്ണെ നീ കൂടുണ്ടാക്കണം, പെണ്ണിനോടാ പറയുന്നത്. പക്ഷെ പരിഭാഷ കിട്ടൂല. ഇത്തഹ്ദി എന്ന് സുന്ദരമായ വാക്കുപയോഗിച്ചതിൽ ഒരു യാഇന്റെ ഘടനയിലൂടെ, ഒരു സ്ത്രീലിംഗത്തിന്റെ ഘടനയിലൂടെ അറബി പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞാൽ പെണ്ണും ആണും പെടാ, മലയാളത്തില് നീ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടാ. അറബിയിൽ പറ്റില്ല. അറബിയിൽ അന്ത, നീ, അന്തി പെണ്ണ്, അന്ത ആണ്. അതുപോലെ ഇത്തഹദ് ആണ്, ഇത്തഹദി പെണ്ണ്. അവിടെ അതിലൂടെ ഹോളണ്ടുകാരന് സുമാർട്ട് ഡാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കണ്ടുപിടിച്ച ഏത് വർഷക്കാലത്താ? വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ, 100 ചില്ലറ വർഷമേ ആയിട്ടുള്ളൂ. തേനീച്ചയുടെ പെണ്ണ്, തേനീച്ചയുടെ റാണിയാണ്. അതിന്റെ ധർമ്മമാണ് വീടുണ്ടാക്കുന്നത്. അത് പെണ്ണിന്റെ പണിയാണ്. അത് ഇന്ന് ഹോളണ്ടുകാരനായ സുമാർട്ട് ഡാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ ലോകത്തേക്ക് ഇത് സമർപ്പിക്കുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ സിമ്പിളാണെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം. പക്ഷേ അറബി ഭാഷയുടെ ഘടനയിലൂടെ സുന്ദരമായ വെളിച്ചം, ഒരു ശാസ്ത്ര സത്യം ലോകത്തേക്ക് വിളിച്ചറിയിക്കുന്നത്, നബിയെ താങ്കളുടെ രക്ഷിതാവ് ബോധനം നൽകി ഇലന്നഹൽ തൈനീച്ചയിലേക്ക് അനിത്തഹ്ദി, നീ ഉണ്ടാക്കണേ. അഥവാ ഇത്തഹ്ദി സ്ത്രീലിംഗമാണോ, പെണ്ണെ നീ ഉണ്ടാക്കണം. മിനൽ ജിബാലി ബുയൂത്ത, പർവ്വതങ്ങളിൽ നിന്ന് നീ വീടുണ്ടാക്കണേ. എന്നിട്ട് പറഞ്ഞു വയഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനു. അതൊരു വലിയ ശാസ്ത്രീയമായി ചർച്ച ചെയ്യേണ്ട, ശാസ്ത്രത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരായത്ത. ഏതായിരുന്നാലും യഖ്റുജു മിൻ ബുതൂനിഹാ, അതിന്റെ ഹണിബാഗ്സ് ബുത്തൂൻ. എന്താ ബുത്തൂൻ ഉപയോഗിച്ചുകൊണ്ട്? അതിന് ചുരുങ്ങിയത് 10 വയറ്, 8 10 വയറുകൾ ഉണ്ടാവണം എന്ന സുന്ദരമായ ആശയം ഉൾക്കൊള്ളുന്നതാണ് ബുത്തൂൻ എന്ന ഘടന. ഫോൾ വസനി വരുന്ന ബുത്തൂൻ എന്ന ഘടന. വരെ ബുത്തൂനും മറ്റൊരുപാട് പ്ലൂറലിന്, ബഹുജനത്തിന് ഒരുപാട് ഘടനയിൽ അറബിയിലുണ്ട്. പക്ഷെ ബുത്തൂൻ എന്ന് നോക്കൂ നിങ്ങൾ, എത്ര ക്ലിയർ ആയിട്ടാ ഖുർആൻ, എത്ര ക്ലിയർ ആയിട്ടാ ഓരോ ഘടനയും ഓരോ കാര്യങ്ങളും. ബിനാവ്, ബുന്യാൻ, ഇൻഷാ അല്ലാഹ് നമുക്കൊരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ഖുർആന്റെ മുമ്പിൽ നാം ഒക്കെ വല്ലാത്ത അത്ഭുതത്തോടെയാണ് ഖുർആൻ നോക്കി നിൽക്കുന്നത്. ആ ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ. ഖുർആൻ തരുന്ന ഏറ്റവും വലിയ മാധുര്യം സ്വാതന്ത്ര്യമാണ്. 100 ചില്ലറ സ്ഥലത്താണ് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പറഞ്ഞത്. മഹാന്മാരായ സഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത, സഹാബത്ത് താബീങ്ങൾക്ക് കൈമാറിയ, താബീങ്ങൾ താബീങ്ങൾക്ക് കൈമാറി നമ്മളുടെ അടുക്കിലേക്ക് സുന്ദരമായി ആ പരിശുദ്ധമായ വെളിച്ചത്തിലൂടെ, പരിശുദ്ധമായ പ്രവാചകനിലൂടെ അവതരിപ്പിച്ച പരിശുദ്ധമായ വെളിച്ചം, പരിശുദ്ധമായ വഴിയിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുമ്പോ അതേ വഴിയിലൂടെ സുഖസുന്ദരമായി സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ വരൂ
ഈ അത്ഭുത ലോകത്തേക്ക്, അത്ഭുത വൈജ്ഞാനിക ലോകത്തേക്ക്, വിശുദ്ധ ഖുർആന്റെ ലോകത്തേക്ക് സത്യവചനം വഴി വെളിച്ചം സർവശക്തനായ അല്ലാഹു നമുക്ക് വെളിച്ചമാക്കട്ടെ. നമുക്കത് സന്തോഷത്തോടെ ഇനിയും ചർച്ച ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദുആ ചെയ്യണം. നിങ്ങളോട് സന്തോഷത്തോടുകൂടെ ഇത്ര സമയം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹത്തോടെയുള്ള കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ഫൈസി കൊടുമുടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പേര് പറഞ്ഞത് നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി, ഓർമ്മിക്കാൻ വേണ്ടിയാണ് ആ പേര്, അതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.